ഇന്ദ്രനോ? വായന്ദ്ര, അകത്തോട്ടിരിക്കാം. വേണ്ട, ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ വിഷയമായിട്ടല്ല ഞാൻ വന്നത്. ഇവിടെ നിന്ന് പറഞ്ഞു തീർത്ത് പോകേണ്ട കാര്യമുള്ളൂ. എന്തു പറ്റി ഇന്ദ്ര? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പൊ ഉണ്ട്. നീയും അനുപമയും തമ്മിൽ എന്താ ഇടപാട്? നീ എന്തിനാ എപ്പോഴും അവളുടെ പുറകെ നടക്കുന്നത്? ഞാൻ അനുപമയുടെ പുറകെ നടന്നു. നിനക്കിത് എന്തു പറ്റി ഇന്ദ്ര? അനുപമ നിന്നോട് പറഞ്ഞോ ഞാൻ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ടെന്ന്? അവള് പറയില്ലല്ലോ. അവക്ക് എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന മട്ടിലല്ലേ നീ കൂടെ കൂടിയിരിക്കുന്നത്. അപ്പോ അനുപമയ്ക്ക് പരാതിയില്ല. പിന്നെ ആരുടെ പരാതിയില്ല ഇന്ദ്ര നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേ? എന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് ആരുടെയും പരാതിയൊന്നും ആവശ്യമില്ല. അപ്പോ അനുപമ ഇപ്പോഴും നിന്റെ ഭാര്യ തന്നെയാണ് അല്ലേ? എന്താടാ, നിനക്കതിൽ സംശയമുണ്ടോ? ഞാനും അനുപമയും പിരിഞ്ഞു എന്ന് കരുതിയിട്ടാണോ നീ അവിടെ ലൈഫിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നേ? നുഴഞ്ഞുകയറ്റം എന്റെ ശീലമല്ല ഇന്ദ്ര. അതൊക്കെ ഒട്ടും മനസാക്ഷിയില്ലാത്തവർ മാത്രം ചെയ്യുന്ന പണിയാ. ഏതായാലും ഇത് നീ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, അനുപമയോട് പറയണ്ട. പറഞ്ഞ അവളുടെ മറുപടി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. നീ ആരാടാ അനുപമയെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് പറയാൻ? ഞാൻ താലി കിട്ടിയ പെണ്ണ അനുപമ. അവൾ എന്റെ ഭാര്യയായിട്ട്, എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് അവൾ ഇതുവരെ ജീവിച്ചെങ്കിൽ മരണം വരെ അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ടാ? ഇത് നീ എന്നോടല്ല ഇന്ദ്ര പറയേണ്ടത്. നീയോ അനുപമയെ അകന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് ആരാണോ അവരോട് ചെന്ന് പറ. ഏതോ ഒരുത്തിയെടുത്ത ഫോട്ടോയും കാണിച്ച് നിന്നെ ആരാണോ എരിവ് കയറ്റി ഇങ്ങോട്ട് അയച്ചത് അവരുടെ മുഖത്ത് നോക്കി അനുപമ എന്റെ പെണ്ണാണെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? എവിടെന്ന്? അതുണ്ടായിരുന്നെങ്കിലേ സ്വന്തം ഭാര്യയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ട് നീ ഇവിടെ വന്ന് എന്റെ ഷർട്ടിന് പിടിക്കില്ലായിരുന്നല്ലോ. നീ എന്റെ മുമ്പിലേ അത്ര വലിയ പുണ്യാളനൊന്നും ചമയണ്ട. അനുപമയെ ഉപയോഗിച്ച് നീ എന്റെ അമ്മയെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ച കാര്യമൊക്കെ എനിക്കറിയാം. നിർത്തിക്കോ, എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. എന്നെ നന്നാക്കാൻ നീ ആയില്ല ഇന്ദ്ര. നീ ആദ്യം പോയി നിന്റെ കുടുംബത്തിലുള്ളവരെ നന്നാക്ക. ഇന്ദ്ര, മോളെ, ഹർഷ വീണ്ടും സംസാരിച്ചു. അയ്യോ, ഇതെന്തൊരു അത്ഭുതം സാറേ. ദൈവം കൊടുക്കുന്ന ശക്തിയാ കുഞ്ഞമ്മേ. ഇന്ദ്രൻ എന്റെ മുഖത്തടിച്ചാൽ തകരുന്നത് എന്താണെന്ന് ദൈവത്തിനും ഹർഷയ്ക്കും അറിയാം.